വെൽക്കം ടു ഓൾ. ഇത് കണ്ടിട്ട് എന്താന്ന് മനസ്സിലായോ? ഇത് മഷ്റൂം സൂപ്പാണ്. റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുറച്ച് കട്ട് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം ഓഫ് മഷ്റൂം എടുത്തിട്ടില്ല. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ചിലരിത് വൃത്തിയാക്കുമ്പം ഇതിൻ്റെ സ്കിന്ന് കളയും, അല്ലെങ്കിൽ ഇതിൻ്റെ ബ്ലാക്ക് പാർട്ടിൻ്റെ ഉള്ളിലുള്ള അത് കളയും. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് കഴുകി കട്ട് ചെയ്തെടുത്താണ്. ഇത് ഒരു 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഉള്ളി, നമ്മൾ സവാളയാണ്, ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂണ് മൈദ. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണോളം ബട്ടറും വേണം. ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ പാനൊന്ന് വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് ഒലീവ് ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത്. നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ബട്ടറും കൂടെ ഇട്ടിട്ട് ഒന്ന് മെൽറ്റായി വരുമ്പം അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇടുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പം വെളുത്തുള്ളി ഒന്ന് കളറ് മാറി വരും. അതിൻ്റെ കൂടെ നല്ലൊരു സ്മെല്ലും വരും. അപ്പം നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ച ഉള്ളിയില്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടി ഇതേപോലെ തന്നെ ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ വെളുത്തുള്ളിയും സവോളയും കൂടെ ഒന്ന് നന്നായിട്ട് കളർ മാറി ഇതുപോലെ ആയി വരും. അപ്പം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മഷ്റൂമും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മഷ്റൂമും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുമ്പം മഷ്റൂമിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. അതിലേക്ക് നമുക്ക് കുറച്ച് ബദാം പൊടിച്ചത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പും കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഈ ബദാം ക്രഷ് ചെയ്തത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ചേർത്തത് എടുത്ത് വെച്ച 2 ടേബിൾ സ്പൂൺ മൈദയാണ്. മൈദയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതേപോലെ ഒന്നും കൂടെ ഒരു 5 മിനിറ്റോളം വഴറ്റി കൊടുക്കണം. അത് വഴറ്റി വരുമ്പോൾ നമുക്ക് ഒരു 1.5 കപ്പ് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൂടെ മാഗീൻ്റെ ചിക്കൻ ക്യൂബ്സ് ഒരു ചെറിയ പീസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഒരു 1/4 കപ്പോളം കുക്കിംഗ് ക്രീമും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ ടേസ്റ്റി ആൻഡ് യമ്മി സൂപ്പാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.